ഇന്നൊരു ഞണ്ട് റോസ്റ്റ് ആയാലോ. കണ്ടോ, നല്ല നാടൻ നമ്മുടെ മഡ് ക്രാബ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 സവോള, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നല്ല ഞണ്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല തേങ്ങാക്കൊത്ത്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ 2 കഷ്ണം കുടംപുളി, പിന്നെ നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ, ഉപ്പ്, നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ഇതിനൊന്ന് വേവിക്കാൻ വെക്കാൻ. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ഉണ്ടാവും ഞണ്ടൊക്കെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 5 to 7 മിനിറ്റ്സ് ഇതിനകത്തിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം അതിന് നമുക്ക് നല്ലൊരു മസാല ഉണ്ടാക്കണ്ടേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ അങ്ങ് നല്ലതായിട്ട് നല്ല പടപടപ്പാട പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 സവോള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതെല്ലാം നല്ല മൂത്ത് നല്ല ബ്രൗൺ ആവണം. സവോളയൊക്കെ നല്ല ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. കണ്ടോ, സവോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനകത്തോട്ട് വേവിച്ച് വെച്ച് ഞണ്ട് ഇട്ട് കൊടുക്കാം. വിത്ത് മസാല എല്ലാം കൂടെ അതിനകത്തോട്ട് വെളിച്ചെണ്ണയിലും സവോളയിലും കിടന്ന് ഇത് നന്നായിട്ടൊന്ന് ഉലർത്തി ഡ്രൈ ആയിട്ട് മസാലയൊക്കെ ഞണ്ടിൽ പൊടിഞ്ഞിരിക്കുന്ന വിധത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നല്ല പുട്ടിനൊക്കെ പറ്റിയ നല്ല ഡിഷാണ്. ഞാനിത് പുട്ടിൻ്റെ കൂടെയാണെന്ന് കഴിക്കാൻ പോകുന്നത്. അതും കൂടെ ഞാൻ വീഡിയോ കാണിക്കാം. നോക്കിക്കേ, മസാലയെ കിടന്ന് ഞണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഞണ്ട് മസാലയൊക്കെ നല്ല റെഡിയായി. ഇനി ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തേക്കുന്നത്. ഇത് പുട്ടിന് മാത്രമല്ല, നെയ്ച്ചോറിൻ്റെ കൂടെ പോവും, നമ്മുടെ സാധാരണ ചോറും കറിയുടെ കൂടെ പോവും, പത്തിരിയുടെ കൂടെ പോവും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഞണ്ടിൻ്റെ ഡിഷാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കുക. എല്ലാവർക്കും താങ്ക് യു.